ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം. സഞ്ജു സാംസന്റെ ജന്മനാട്ടിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. കാര്യവട്ടത്തെ ക്രിക്കറ്റ് ആവേശവുമായി അനിൽ വാസുദേവ് തത്സമയം ചേരുകയാണ്. അനിൽ, വലിയ ആവേശം കാര്യവട്ടത്തിനോടകമുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ മാച്ച് അവിടെ കളിക്കുന്നു എന്നുള്ളതാണ് കാര്യവട്ടത്ത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലാണ് കേരളത്തിലെ എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും. എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകളൊപ്പം എത്രമാത്രമുണ്ട് അവിടുത്തെ ആവേശം? അനിൽ, പ്രജൻ, ഒരു നീലക്കടൽ അതെന്താണെന്ന് കാണിച്ചു തരാം നമുക്ക് അല്പസമയത്തിനകം എന്നുള്ളതാണ്. അത്ര കണ്ട് ആവേശം. കാരണം ഒരു കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പുരുഷ ക്രിക്കറ്റിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം ഇന്ത്യയിലേക്ക് വിരുന്നെത്തുന്നത്. അത് വലിയ രീതിയിൽ ആഘോഷമാക്കുന്നു. പ്രജൻ സൂചിപ്പിച്ചതുപോലെ സഞ്ജു ആദ്യമായി നീലക്കുപ്പായത്തിൽ കേരളത്തിൽ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആവേശത്തിന് കാരണം. സഞ്ജു 10 വർഷത്തോളമായി ഇന്ത്യൻ ടീമിന്റെ സർക്കിളിലുണ്ട്. ഇല്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും കേരളത്തിൽ സ്വന്തം നാട്ടിൽ കളിക്കാൻ സഞ്ജുവിനായിട്ടില്ല. പക്ഷേ ഇത്തവണ അതിന് അവസരം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ മോശം ഫോമിലാണെങ്കിൽ പോലും സഞ്ജു ജന്മനാട്ടിലെത്തുമ്പോൾ, തന്റെ ഹോം ഗ്രൗണ്ടിലെത്തുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ആരാധകരൊക്കെ തന്നെയുണ്ട്. ഒപ്പം തന്നെ നമ്മളെ പോലുള്ള 90s കിഡ്സിനൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റുമായി കുറച്ച് ആരാധകർ എത്തിയിട്ടുണ്ട്. സച്ചിൻ, ഗാംഗുലി, ധോണി, യുവരാജ്, വീരേന്ദ്ര സെവാഗ്, ഒരുപക്ഷെ യുവതാരങ്ങൾക്കിടയിലും ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ, നമ്മുടെ ലെജൻഡ്സ്, അവരുടെയൊക്കെ തന്നെ പോസ്റ്റേഴ്സായി നമ്മുടെ ആരാധകരുണ്ട്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. സഞ്ജു അത് തന്നെയാണ് ഇന്നത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം. സഞ്ജു മലയാളികൾക്കുള്ളതല്ലേ സഞ്ജു. ഇത് സഞ്ജുവിന്റെ മനോഹരമായ സെഞ്ചുറി കാണാനാണ് ഞങ്ങൾ മലയാളികൾ കാര്യമായിട്ട് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നത്. സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ സഞ്ജു നിരാശപ്പെടുത്തി. ഒരു 4 മത്സരങ്ങളിലാകെ 40 റൺസാണ് എടുത്തുള്ളത്. ഔട്ട് ഓഫ് ഫോം ആണ്. പക്ഷെ ഇപ്പോഴും ടീമിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത്. അതെ, കഴിഞ്ഞ 2 മത്സരങ്ങളിൽ റൺസ് കുറവായിരുന്നെങ്കിലും ഇത് സഞ്ജുവിന്റെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് മത്സരമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റിലാണ്. സഞ്ജു എന്തായാലും സെഞ്ചുറി അടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ. സഞ്ജുവിന് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ സഞ്ജു കുറച്ച് ബാക്ക് ഫൂട്ടിൽ കളിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നിരാശയായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഗാലറി കൊടുക്കുന്ന ആവേശം, അതിൽ സഞ്ജു സപ്പോർട്ട് സഞ്ജുവിന് കൊടുക്കും. അതെ, സെഞ്ചുറി കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വിമർശകർക്കുള്ള മറുപടി വിമർശകർ കൊടുക്കണം. എന്താണ് മോഹൻലാൽ സാംസൺ, അതാണ് സഞ്ജു. ട്രോളുന്നവരോട് നമുക്ക് പറയാനുള്ളത്, 3.5-4 കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന സഞ്ജു ശ്രീശാന്ത് അല്ലാത്ത ഒരു മനുഷ്യന് പോലും അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയാണ് സഞ്ജു ശ്രീശാന്ത് എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ട്രോളന്മാരൊക്കെ ഒന്ന് വിചാരിക്കണം, എന്ത് ടാലന്റ് കൊണ്ട് മാത്രം എത്തിപ്പെട്ടതാണ് സഞ്ജു. ആ സഞ്ജുവിനെ നമ്മൾ എന്നും സപ്പോർട്ട് ചെയ്യും. ഇത്രയാണോ ആവേശം? ഇത് മാത്രമല്ല, ഈ ആരാധകരുടെ എണ്ണത്തിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ കുറച്ചു കാലത്തിന് ശേഷം വരുന്നെത്തുന്ന ഒരു അന്താരാഷ്ട്ര മത്സരം പുരുഷ ക്രിക്കറ്റിൽ, അത് കാണാൻ, സഞ്ജുവിനെ കാണാൻ, പ്രിയ താരങ്ങളെ കാണാൻ ആരാധകരുടെ വലിയ ഒഴുക്കുണ്ട്. അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ തന്നെയുണ്ട്. മുഖത്തൊക്കെ ചായമൊക്കെ പൂശി കളി ആവേശത്തിന് അങ്ങനെ ഒരു വലിയ ഒരു ഒരുക്കം. എങ്ങനെയുണ്ട്? എന്താ പ്രതീക്ഷ? നല്ല പ്രതീക്ഷ. സഞ്ജുന്ന് എത്ര റൺസ് അടിക്കുന്നതാണ്? സെഞ്ചുറി അടിക്കുന്നുണ്ടാവും. എന്താണ് പ്രതീക്ഷ? സഞ്ജു ഇന്ന് നന്നായി കളിക്കുന്നതിനാണ് പ്രതീക്ഷ. അഭിഷേക് ശർമ്മ എന്തായാലും സെഞ്ചുറി അടിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. നല്ലൊരു അഭിഷേക് ഇന്ന് കളിക്കുന്ന ചെറിയ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നുണ്ടെങ്കിൽ നല്ലൊരു ഇന്നിംഗ്സ് കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷ. ഈ കഴിഞ്ഞ കളികളിലൊക്കെ അവിടെ 200-ന് മുകളിൽ സ്കോറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നും അത്തരം ഒരു സ്കോർ ഇന്നും പോകേണ്ടത് തന്നെയാണ്. അത്രയും സ്കോർ എന്തായാലും ഇന്ന് പോകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? പറഞ്ഞ പോലെ വലിയ ആവേശം, വലിയ ആഘോഷം. കാര്യവട്ടത്ത് 32,000 ടിക്കറ്റുകളാണ് സെയിലിന് വെച്ചത്. പക്ഷെ അതിനപ്പുറം ആ ടിക്കറ്റുകളൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് വിറ്റുപോയത്. 40,000-ലധികം കാണികൾ വരുമെന്നാണ് ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന KCA. അപ്പോൾ എന്തായാലും ഗാലറി നിറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മുൻകാലത്ത് ഇതാ തളപതി ഫാൻസ് ഉണ്ട്. ഓക്കെ, എന്താ പ്രതീക്ഷ? ഹലോ, എങ്ങനെ? ഞങ്ങൾ കോയമ്പത്തൂരാ? ഓക്കെ. സഞ്ജു ഉങ്ക പയ്യൻ. സഞ്ജു നമ്മുടെ പയ്യൻ, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്തിട്ടുണ്ട് ഈ വർഷം. അതുകൊണ്ട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സഞ്ജു തകർത്തടിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു 50+ എന്തായാലും ഉണ്ടാവുന്നു. എന്തായാലും മലയാളികൾ വലിയ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളായ തമിഴ്നാട്ടിലുള്ളവരും സഞ്ജു ഇപ്പോ സ്വന്തം പയ്യനായി മാറി. നിങ്ങളുടെ സഞ്ജു ഞങ്ങളുടെ ചെക്കൻ, ഞങ്ങളുടെ ചേട്ടൻ. സഞ്ജുവിന് ചിയറൊന്നുമില്ലേ? അടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.